ഹലോ, ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇളനീറിൻ്റെ ഐസ്ക്രീമുമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഞാനിതിന് വേണ്ടിയിട്ട് 2 ഇളനീറിൻ്റെ കാമ്പും അതേപോലെ 3/4 ഗ്ലാസ്സോളം ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറെടുത്ത് ഈ ഇളനീറിൻ്റെ കാമ്പ് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഇളനീറിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഒന്നും കൂടെ ഈ ഐസ്ക്രീമിന് ടേസ്റ്റ്. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല, എന്നാലൊന്നും കൂടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ടാണ് വേണ്ടിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിതിവിടെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതിനനുസരിച്ച് മധുരം ഇടും, ഇല്ലാത്താണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് 2 മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതേപോലുള്ളൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് പേപ്പറോ അല്ലെങ്കിൽ ക്ലീൻ ഫിലിമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുത്ത് അതിനുശേഷം ഇതിന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഐസ്ക്രീമിലോട്ട് ഐസും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ച് ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് 8 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തതാണിത്. നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് എടുത്ത് 1-2 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് സ്കൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളടുത്ത് സ്റ്റോക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, പഞ്ചസാര അവോയ്ഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. അതേപോലെ ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഇളനീറിൻ്റെ പുഡിങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അധികം ആൾക്കാരും ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് എന്നെ തന്നിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളത് ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കിഡിലും ടേസ്റ്റ് തന്നെയാണ് ആ പുഡിങ്ങും. അതേപോലെ ഈ ഐസ്ക്രീമും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീം റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഞാൻ ആട്ട വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീം മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും